ഏവർക്കും എൻ്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. പ്രേതബാധ അകറ്റാൻ വേണ്ടി തുടങ്ങിയ ഒരു സമ്പ്രദായം പിന്നീട് കേരളത്തിലെ ഒരു സാംസ്കാരിക കലയായി മാറിയതിനെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അതുപോലെ ഒരുപാട് കലകൾ, പ്രാചീന കലകൾ നമുക്ക് ഇതുപോലുള്ള പരിപാടികളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല, പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുപോലെ ഗ്രാമീണ കളികളും നമുക്ക് പാട്ടുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് നമ്മുടെ നാഷണൽ ഗെയിംസിൽ സ്ഥാനം പിടിക്കുകയും അതുവഴി ഒളിമ്പിക്സിൽ എത്തിച്ചേരുകയും ചെയ്തു. അതിൽ നമുക്ക് അഭിമാനിക്കാം. കബഡി, ഖോ എന്നീ കളികൾ നമ്മുടെ കേരളത്തിലെ ഈ നാട്ടിൻപുറങ്ങളിൽ നിന്നും ഉടലെടുത്താണെന്ന് പറയുമ്പോൾ പലർക്കും അതിശയം തോന്നാം. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തുള്ള എല്ലാ കളികൾക്കും കളിക്കോപ്പ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണം വേണം. ഫുട്ബോളാണെങ്കിൽ ഫുട്ബോൾ വേണം, ഹോക്കി, ക്രിക്കറ്റ്, ബാസ്ക്കറ്റ് ബോള്, വോളിബോള്, എന്തിനു പറയണോ, ചെസ്സ് കളിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെതായ സംവിധാനങ്ങൾ വേണം. നമ്മുടെ ഈ പ്രാചീന കളികൾക്ക് യാതൊന്നും ആവശ്യമില്ല. നമുക്ക് കുറച്ച് സ്ഥലം കിട്ടിയാൽ മതി, തടസ്സമില്ലാത്ത കുറച്ച് സ്ഥലം കിട്ടിയാൽ അവിടെ നമ്മൾ കളികൾ തുടങ്ങും. വേനൽക്കാലത്ത് കൊയ്ത്ത് കഴിഞ്ഞ കണ്ടങ്ങളിൽ കോലുകൊണ്ട് കളം വരച്ച് അതിൽ കടന്ന് ചാടി മറിഞ്ഞ് ഉരുണ്ട് കളിക്കുന്ന കളികളാണ് നമ്മളുടെ ഇതിന്ന് നാഷണൽ ഗെയിംസിൽ സ്ഥാനം പിടിച്ചിട്ട്. അത് ഒന്ന് കബഡി എന്ന് പറയുന്നത് പിന്നീട് വന്ന പേരാണ്. അത് ഹിന്ദി വാക്കുകളാണ്. അതിൻ്റെ പ്രാചീനമായ പേര് അതല്ല. നമുക്ക് നാടൻ രീതിയിൽ ചില പേരുകളുണ്ട്. അത് പല സ്ഥലത്തും പല രീതിയിലാണ് അതിനെ വിളിച്ചിരുന്നത്. ചിലയിടത്ത് ചടുകുടു എന്ന് വിളിക്കും, ചില സ്ഥലങ്ങളിൽ തിത്തിത്തെ എന്ന് പറയും. എന്നുവെച്ചാൽ പ്രത്യേക അർത്ഥമൊന്നുമില്ല അതിന്. ചടുകുടു എന്ന് പറയുമ്പോൾ ശ്വാസം വിടാണ്ട് ചടുകുടു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കളികളെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുപോലെ എന്നിങ്ങനെ പറയാം. അതാണ് കളിയുടെ ഇത്. അതുപോലെയാണ് കോക്കോ എന്നാണത്. ഇപ്പം അത് ലോപിച്ച് കോന്നായിട്ടുണ്ട്. കോക്കോ എന്ന് പറഞ്ഞാൽ കോഴി കൊക്കോ എന്ന് കോഴി കൊത്തുന്ന പോലെയാണ് അതിൻ്റെ ഇത്. അതും ഇതുപോലെ തന്നെ വേറെ ഉപകരണങ്ങളോ കോപ്പുകളൊന്നും ഇല്ലാണ്ട് കളിക്കുന്ന കളിയാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി നീട്ടി വിവരിക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് പരച്ഛേദം നിന്ന് പോയിട്ടുള്ള ഒരുപാട് കളികളുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ. ചെറിയ കുട്ടികൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് തുറന്ന സ്ഥലങ്ങളിലോ വേനൽക്കാലത്തെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലോ പുഴയുടെ തീരത്തുള്ള മണൽത്തിട്ടകളിലോ ഒക്കെ കളിക്കുന്ന കളികളാണ്. അത് ഒന്ന് കളിയുടെ പേര് നാരങ്ങപ്പാൽ. കേൾക്കുമ്പോൾ നമുക്ക് നല്ല രസം തോന്നാം. നാരങ്ങയും പാലും രണ്ട് വൈരുദ്ധ്യാത്മകമായിട്ടുള്ള സാധനങ്ങളാണ്. എന്നാൽ അതിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ. അതിൻ്റെ ആന്തരികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നെടുക്കാം. അതേപോലെ രണ്ടും പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നതാണ് നാരങ്ങ പാലും. അപ്പോൾ ഈ കളിയുടെ പേര് തന്നെ നാരങ്ങപ്പാൽ എന്നാണ്. അതിൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളിക്കേണ്ട ആൾക്കാരെല്ലാം ഒരു മൈതാനത്തോ മുറ്റത്തോ ഏതെങ്കിലും വീടിൻ്റെ മുറ്റത്തോ കുറച്ച് സ്ഥലം മതി, മുറ്റത്തൊക്കെ കൂടും. എന്നിട്ട് അതിൽ 2 പേര്, അത് 2 ടീമിൽപ്പെട്ടവരായിരിക്കും. ഏത് കളിക്കും 2 ടീം വേണമല്ലോ. അപ്പോൾ 2 ആൾക്കാർ വന്ന് ഇങ്ങനെ പരസ്പരം കയ്യ് ഇങ്ങനെ പിടിക്കും. അവിടെ നിന്നും കൈവെള്ളം ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് ഗോപുരം പോലെ ഇങ്ങനെ പിടിച്ചകന്ന്. എന്നിട്ട് അവർ കണ്ണടച്ചിട്ട് ഒരു നാടൻ പാട്ടിൻ്റെ ശീലുകൾ പാടും. അപ്പോൾ ബാക്കിയുള്ളവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ
അതിന് ചുറ്റും ഓടി നടക്കും. ഇവർ ഈ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ഓടി നടക്കും. നിൽക്കാൻ പാടില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. നമ്മുടെ കസേരകളി പോലെ അതിങ്ങനെ മണിയടിക്കുമ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നവരെന്ത് ചെയ്യും? ഒരു പാട്ട് പാടും. ആ പാട്ട് ഞാനിവിടെ പാടാം. നാരങ്ങപ്പാല് ചൂണ്ടയ്ക്ക് രണ്ട്, ഞങ്ങളിരിപ്പോർ കളിക്കും നേരം, ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ, ഓടുക പിടിച്ചോ. അതായത് ഈ ഓടുമ്പോൾ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നല്ല നീട്ടിയെടുക്കും. ഓടുമ്പോൾ പിടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളിക്ക് ഈ ഓടുന്നവർക്ക് അറിയാതെ എവിടെ നിൽക്കണേന്ന്. അപ്പോൾ അതിന് വേണ്ടി അവരിങ്ങനെ നീട്ടി കൊണ്ടും ഇത് കണ്ണടച്ചിട്ടേ അവർ പാടുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടുമ്പോൾ പിടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഈ വല വീശുമ്പോൾ ഈ രണ്ടുപേരും കൈ അങ്ങോട്ട് താത്തും. അപ്പോൾ ആ കൈയുടെ ഉള്ളിൽ പെടുന്നവർ മാറ്റി നിർത്തും. അങ്ങനെ ഓരോ ആൾക്കാരെയും പിടിച്ചിട്ട് പിന്നെയാണ് കളികൾ. അത് നല്ല രസമുള്ള കളിയാണ്. എന്താ വെച്ചാൽ വ്യായാമമാണത്. അതായത് നിൽക്കുക ഇരിക്കുക. അത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുണ്ടോ. ചില സ്ഥലങ്ങളിൽ അതാണ്. എന്നിട്ട് അവർ ചോദിക്കും ഇരിപ്പോ നിപ്പോ എന്ന് ചോദിക്കും. ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോൾ തൊടണം, നിൽക്കുമ്പോൾ തൊടാൻ പാടില്ല. നിപ്പെന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോൾ തൊടണം, ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഈ എതിർ കക്ഷിക്കാരിങ്ങനെ ഓടി നടക്കും. ഇങ്ങനെ നിൽക്കുമ്പോൾ ഓടി ചെല്ലുമ്പോഴത്തേക്ക് അവനങ്ങനെ ഇരിക്കും. അതല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ഓടി ചെല്ലുമ്പോഴത്തേക്ക് അവൻ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള കളിയാണത്. അതുപോലെയാണ് പിന്നെ വേറൊന്ന് അക്കിരി മുക്കിരി എന്ന്. അത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. രീതിയൊക്കെ ഏതാണ്ടൊരു പോലെ കുറേ കുട്ടികൾ വട്ടത്തിലിരിക്കും. വട്ടത്തിരുന്നിട്ട് എല്ലാവരും കൈ ഇങ്ങനെ കമഴ്ത്തി വയ്ക്കും, ഇങ്ങനെ ചേർത്ത്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ വച്ച് കഴിയുമ്പോൾ കളിയിൽ ഒരാളിരുന്നിട്ട് അക്കിരി മുക്കിരി ചുണ്ടലി വെട്ടി പഴുപ്പാൻ എന്തുണ്ട്, തേനോ പാലോ പഴമോ, മുക്കാശീല കടന്നവനെ മുന്നാഴി എണ്ണ കുടിച്ചവനെ, അക്കരെ നിൽക്കണ ചെട്ടിച്ചി പെണ്ണിൻ്റെ കയ്യോ കാലോ രണ്ടാലൊന്ന് വെട്ടി മലത്തുങ്കോ. വെട്ടി മലത്തുങ്കോ എന്ന് പറയുമ്പോൾ അവൻ കൈ ഇങ്ങനെ മലത്തണം ആ കുത്തുമ്പോൾ. അപ്പോൾ അത് അവൻ കയറി നിൽക്കണം. അങ്ങനെട്ടാണ് കളി. പിന്നെ ഈ ഓട്ടം തന്നെ മറ്റതുപോലെ ഓടി തുടരലാണ് ഇതിൻ്റേത്. അപ്പോൾ ഈ കളി ഇങ്ങനെ വട്ടത്തിൽ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇത് കഴിഞ്ഞാൽ എല്ലാവരും കയ്യിലിങ്ങനെ കുത്തി കഴിഞ്ഞാൽ ഇരുന്നിട്ട് ഇവർ ഓട്ടം തന്നെയാണ്, ഓടി തൊടുക. അതൊക്കെ വ്യായാമം കിട്ടുന്ന കളികളാണത്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കളികൾ ഞാൻ ഇതിനെപ്പറ്റി അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കളികൾ ഉണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി നമുക്ക് ഓർമ്മപ്പെടുത്താം. നമുക്ക് ഈ ആചാരപരമായിട്ട് കലകൾ ഒരുപാടുണ്ട്. ഇത് നാടൻ പാട്ടിൽപ്പെട്ടതല്ല, അല്ലാണ്ട് തന്നെ. അപ്പോൾ എല്ലാ സമുദായത്തിൻ്റെയും ഇതിൽ നിന്ന് ആചാരങ്ങളുണ്ട്. ഇപ്പോൾ മാർക്കം കളി, അതേപോലെ തന്നെ ഒപ്പന, പരിശമുട്ട്, കോൽക്കളി, തിരുവാതിരകളി, തുമ്പിതുള്ളൽ, ഇതൊക്കെ ആചാരപരമായിട്ട് ഒരു ചടങ്ങായിട്ട് നമ്മൾ നടത്തിയിരുന്നതാണ്. അതൊക്കെ പിന്നീട് കളികളായിട്ട് മാറി. ഇന്നതൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിലും ഇപ്പോൾ ഗിന്നസ് ബുക്കിലേക്ക് അടക്കം സ്ഥലം പിടിക്കാനായിട്ടുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടും നമുക്ക് ഒരുപാട് നാടൻ പാട്ടുകളുണ്ട്. അതായത് പണ്ട് കാലത്ത് മോട്ടറൊന്നും ഉണ്ടായിരുന്നില്ല. വയലുകളിലേക്കൊക്കെ വെള്ളം തേവി നനയ്ക്കാം. ഒരു വട്ടക്കിണറുണ്ടാവും. ആ കിണറിൽ ത്ലാക്കൊട്ട എന്ന് പറയും, ഇങ്ങനെ ഇരിക്കും ഒരു കൊട്ട. ആ കൊട്ടയുടെ നടുക്കിങ്ങനെ കമ്പിട്ടിട്ട് വലിച്ച് താത്തിയിട്ട് വെള്ളം തേവാണ്. അപ്പോൾ ആ തേക്ക് കാലിന് തന്നെ ഒരു ജാതി ശബ്ദം കേൾക്കും, നല്ല ഈണത്തിൽ. അപ്പോൾ അതിൻ്റെ താളത്തിനൊത്ത് ഇവർ നീട്ടി പാടും. അപ്പോൾ ആ പാട്ടിങ്ങനെ നീണ്ടിക്കും. ഒരു വയലിൽ ഒരുപാട് തേക്കൊട്ടകളുണ്ടാവും. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഇത് പാടിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞൊക്കെ വരുമ്പോൾ പാടത്തിങ്ങനെ നീട്ടി, പക്ഷെ അർത്ഥമൊന്നും ഉണ്ടാവില്ല. കുറേ പദങ്ങളിങ്ങനെ യോജിപ്പിച്ച് വച്ചിട്ട് ഇങ്ങനെ പാടുന്നതുള്ളൂ. അതുപോലെ തന്നെ ഭാരം വലിക്കുന്നവർ പണ്ടൊക്കെ, ഇപ്പോഴൊക്കെ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. അന്ന് ഉന്തുവണ്ടി ഉണ്ട്. ഈ കാളവണ്ടി പോലെ തന്നെ ഉന്തുവണ്ടി മനുഷ്യൻ വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഈ വണ്ടിയിലും. ഇപ്പോൾ പേട്ടയിൽ നിന്നാണെങ്കിൽ മരങ്ങൾ, അതേപോലെ തന്നെ തടി, ഇങ്ങനെ ഒരുപാട് ഭാരങ്ങൾ വയ്ക്കുമ്പോൾ വലിക്കുമ്പോൾ അവർ ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ട്
ചില വെറുതെ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി പാടും. ഏലയ്യം ഏല ഏലയ്യ തള്ളിവിടെങ്ങനെ പോട്ടെ ഏലയ്യ ഏല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടിക്കൊണ്ടിരിക്കുക. അതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട്. ഈ കടലിൽ പോകുന്നവർ അവർ പാട്ടുണ്ട്, അവരിൽ നിന്നുണ്ടാവാറുണ്ട്. പിന്നെ പാടത്ത് വയലിൽ പണിയെടുക്കുന്നവർ, നെല്ലോ ഈ ധാന്യങ്ങൾ ഉണക്കാനിടുമ്പോൾ കാക്കയാട്ടാനിരിക്കുന്നവർ, കാക്കയിൽ ഒക്കെ കോഴിയെ കാട്ടാനിരിക്കുന്നവർ പാടുന്ന പാട്ടുകൾ, അങ്ങനെ ഒരുപാട് പാട്ട്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന നേരം കൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ പാടാണ്. അപ്പോൾ ശരീരത്തിനൊരു ഒരു ഉന്മേഷവും ആ നേരം ഇതെങ്ങനെ പോയി കിട്ടും, അതൊരു രസമായിട്ട് അവർ ഇടും. ചിലപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും, അടുത്തുള്ള വീട്ടിലുള്ളവരൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ പാടും, അതൊക്കെയാണത്. ഇതിൽ ചിലത് നമ്മുടെ സിനിമാ പാട്ടുകളായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അത് ചിലർ അച്ചുപുള്ളി മാറ്റാണ്ട് അതേപടി എടുത്തിട്ട് സിനിമാ പാട്ട് ഇത്തിരി ഈണത്തിലൊക്കെ നല്ല ട്യൂണൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്. ചിലർ അതിൻ്റെ അകത്തെ 1-2 വരികൾ അടർത്തിയെടുത്തിട്ട് ആ ഗാനരചയിതാവിൻ്റെ ഭാവനയ്ക്കനുസരിച്ച് വേറെ കുറച്ച് ഏച്ച് കെട്ടിട്ട് പാട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാഠ്യ പുസ്തകങ്ങളിൽ, താഴ്ന്ന ക്ലാസ്സിൽ പാഠ്യ പുസ്തകങ്ങളിലൊക്കെ ചില പാട്ടുകളൊക്കെ ഇതുപോലെ നാടൻ പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. അതിനെപ്പറ്റി ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ പറയാം. ഇത് കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്തേ.